അണ്ണാ രാമ അണ്ണൻ തന്നെ അക്ഷയ പാത്രം കഴുകണത് കഴുകിട്ട് ഡച്ചിൽ തീരുന്നില്ലല്ലോ. എന്തോന്നല്ലേ നീ പറയണത്? ഈ അടുക്കളപ്പണി പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതല്ലോ. നമ്മളും കയറി അടുക്കള കയറി പണിയണം. പക്ഷെ ഒരു കാര്യം സമ്മതിക്കണം കേട്ടോ, മണിയെ അവള് എല്ലാ പണിയും ഓടപടാന്ന് ചെയ്ത് തീർക്കും. പാത്രം കഴുകാനാണെങ്കിലും ചോറും കറിയും വെക്കാനാണെങ്കിലും. ചേട്ടത്തി ഉള്ളപ്പോ നിങ്ങൾ പറയുന്നത് അത് പറഞ്ഞ അവന്റെ തലയിൽ കയറും. അതല്ല, അവള് മാത്രമേ അവളും ഞാനും അടുക്കള കയറി ഹെൽപ്പൊക്കെ ചെയ്യുമല്ലോ. എനിക്ക് എന്തായാലും ആ പാടില്ല. അവൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളൂ ചിന്നു. അതിപ്പോ നിന്റെ കൂടെ വന്നതിന് ശേഷം വീട്ടിൽ അവൾ ഒരു പണിയും ഇല്ല. അമ്മ എല്ലാം ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു. അങ്ങനെയല്ലേ വേണ്ടത്. അവൾക്ക് ആവശ്യമുള്ളപ്പോ ചെയ്താൽ പോരെ. ആവശ്യമുള്ളപ്പോ ചെയ്താൽ മതി. സ്വന്തം ഭാര്യ പൊക്കി അടിച്ചിട്ട് എന്റെ ഭാര്യ താത്ത് പറഞ്ഞ കൊള്ളാല്ല. എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്റെ പെങ്ങളല്ലേ. നീ ഇപ്പഴേ എടുത്ത് തലയിൽ വെക്കാതെ. അണ്ണ ഒരു കാര്യം അറിഞ്ഞോ? അണ്ണാ റിങ്കി പെണ്ണെന്ന് പറയില്ലേ, അച്ഛന്റെ പണ്ടത്തെ ആഗ്രഹം പോലീസ് ആവാനായിരുന്നു. എനിക്കാ? നിങ്ങൾക്കല്ല, എന്റെ അച്ഛന്. ഉണ്ണിയവനാ? അതിപ്പോഴും അവൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എടാ അവിടെ ടൗൽ ഇടക്കണം. അതിപ്പോ അവൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു പോലീസ് ആവണമായിരുന്നു. കൊച്ചുപിള്ളേരെ പറ്റിക്കണ ഇങ്ങനെ പാവം കിട്ടേ ഉള്ളു അല്ലേ? പറ്റിക്കാൻ പറയാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ പോലീസിനെ പറ്റിയ ഫിഗറായിരുന്നു പണ്ട് ഉണ്ണിയാവൻ. തന്നെ എന്താടാ അണ്ണാ ചുമ്മാ അണ്ണാ, നിങ്ങളൊക്കെ കൂടെ സെന്റിമെന്റ്സ് വാരിയിട്ട് യുഗപുരുഷനാക്കുമല്ലോ. ഇവിടെ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ എന്റെ വളരെ കൊച്ചിലേക്ക് ഉണ്ണിമാമനെ കണ്ട് എനിക്ക് പേടിയായിരുന്നു. കപ്പട മീശയും വെച്ച് വരുമ്പോഴത്തേക്ക് നല്ല പൊക്കവും ഹൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ചുരുങ്ങി പോയാൽ പണ്ട് നിങ്ങൾക്ക് കാക്കയും പഴയ കുളമൊക്കെ പേടിയില്ല, അതുപോലെ തന്നെ പാടാ. പിന്നെ അല്ലാതെ പിന്നെ പ്രാരാബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാരാബ്ദം ഉണ്ട്. പക്ഷെ ഈ ഉണ്ണിമാമനെ പഠിക്കാൻ പണ്ടേ മടിയനല്ല എന്റെ അറിവ്. പിന്നെ ആണുങ്ങളിൽ മൂത്ത ആളല്ലേ നമ്മുടെ അമ്മയുടെ. എനിക്ക് പോലീസായിട്ടൊരു ബന്ധമുള്ളത് എനിക്കറിയാം. പണ്ടൊരു പോലീസ് ജീപ്പിന്റെ പഞ്ചറൊട്ടിച്ചു കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണല്ലോ അവിടെ കളിക്കാനൊക്കെ വരുമ്പോ നമ്മുടെ ഗ്രൗണ്ടിലൊക്കെ വന്ന് കളിക്കുമ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ണിയാമ നല്ല ഇതായിരുന്നു. പിന്നെ നമ്മളെ കളിക്കാൻ വന്ന് വരട്ടണല്ലേ പണ്ട്? നമ്മള് കളിക്കുമ്പോഴല്ല, ഭയങ്കര ഉപദ്രവമാണ്. എനിക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. നീ എപ്പോഴും ഈ അച്ഛനെ ഇങ്ങനെ താഴ്ത്തി പറയാതെ രാമ. പിന്നെ നിങ്ങളെല്ലാരും കൂടെ പറഞ്ഞിട്ട് എന്തോ വലിയ സംഭവമായിരുന്നു. സംഭവമല്ല, ഉള്ളതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കൂട്ടും കൂടി വെള്ളം അടിച്ച് നടന്ന് അങ്ങനെ ജീവിതം തുറച്ച് അങ്ങനെ പോയതാണ്. അല്ലാതെ നമ്മളെ പിടിച്ചു വെച്ചാലല്ലേ പോലീസാവില്ലേ? പോലീസാവും വിദ്യാഭ്യാസം ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടായില്ല. അത്രേ ഉള്ളൂ. അത് പറ. ഇങ്ങനെ ഓരോ ഐഡിയയും പറഞ്ഞുകൊണ്ട് വരും. ഇപ്പൊ ഇവിടെ കുത്തി ഇളക്കി വന്നതിന്റെ കാര്യം പഴയ എനിക്കറിയാം. നിങ്ങൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തൊക്കെ എപ്പോഴാണ് പറഞ്ഞത്? ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു തുറച്ചു വെക്കണം. പിന്നെ നിനക്ക് വേറെ വല്ലതും വേണോ? ചോറും കറിയൊക്കെ ആയി. എന്താ കറി? ഫ്രൈ മീൻ കറിയുണ്ട്. മീൻ പക്ഷെ ഞാൻ ഫ്രൈ ചെയ്തില്ല. വേണ്ട, ചിക്കൻ ഫ്രൈ ചെയ്താൽ മതി. ചിക്കൻ ഒന്നും ഇരിപ്പില്ല. ഇനി വാങ്ങിച്ചോണ്ടോ? മണി ഇപ്പൊ ഞാൻ വിളിച്ച് പറയാം. അവള് സൂപ്പർ മാർക്കറ്റിൽ പോയിരിക്കല്ലേ. വേണോ വൈകുന്നേരം ചിക്കൻ? വേണ്ട വേണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞു. നിങ്ങളെ പട്ടിളക്കാൻ പറഞ്ഞു. ഇത്ര വെച്ചല്ല മിടുക്കെ. ഇതൊക്കെ നമ്മള് മിക്ക ദിവസം ചെയ്യണില്ലേ? മണി പുല്ലിനടയിൽ പോകണമെങ്കിൽ ഞാൻ ചെയ്യില്ലേ മിക്ക ദിവസവും? സാധാരണ റിങ്കിയെങ്കിലും അടുക്കളയിൽ വന്ന് ഹെൽപ്പ് ചെയ്യണേ. ഇന്ന് അവള് അതും വന്നില്ല. റിങ്കി ഇന്ന് ഫുൾ സെന്റിമെന്റിലാണ്. ഉണ്ണിയപ്പത്തിന് പോലീസ് ആവാൻ പറ്റത്തുണ്ട്. അവളെ സെന്റിമെന്റ്സിൽ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞു. പോലീസ് എന്ത് ചെയ്യാനാണെന്നുള്ളതെന്ന് ചോദിക്കണമല്ലോ. ആരെയും നമ്മളെ വല്ല അറസ്റ്റ് ചെയ്യണമെന്ന് അറിയണമല്ലോ. പറ്റിയ അച്ഛനും മോനും. ഇനി ആരെയും തർക്കിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഓ